ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയ അൺബോക്സിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അൺബോക്സിങ് മാത്രമല്ല, അതിൻ്റെ ബാക്കി റിസൾട്ടൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ സോപ്പിൻ്റെ മേക്കിങ്ങിനൊപ്പം തന്നെ നമ്മൾ പല പരിപാടികളും ലോഷനും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കൃഷിയിലേക്ക് പതിയെ തിരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നോണം നമ്മുടെ ഈ സോപ്പിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ ഒരു പങ്ക് നീക്കി വെച്ച് ഞാൻ വിത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പം അഗ്നികേന്ദ്ര എന്ന് പറഞ്ഞൊരു സൈറ്റ് വഴിയാണ്, ഒരു ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ വിത്തുകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസിൻ്റെ വിത്തുണ്ട്, പിന്നെ നമുക്ക് ബട്ടർനട്ട്, ചില്ലി ഹോട്ട് പെപ്പറിൻ്റെ വിത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് എടുക്കാം. അപ്പം കാശ്മീരി ചില്ലി അങ്ങനെ കുറേ ഐറ്റംസ്, ഒത്തിരി സലാഡ് കുക്കുംബർ, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വിത്തുകൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 256 രൂപയ്ക്ക് ഏകദേശം 25ഓളം ഇനം വിത്തുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളായിരുന്നു, നല്ല പാക്കിംഗ് ആണ്. നമുക്കിവിടെ വേറെ പ്രശ്നവും പ്രോബ്ലവും ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം എത്തിക്കിട്ടുകയും ചെയ്തു. അപ്പോൾ നല്ല വിത്തുകളായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഓരോന്നും സെപ്പറേറ്റ് ഏതിൻ്റെ ആണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് നോക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ബുഷ് ബീൻസ് ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അങ്ങനെ കുറേ ഒരു 25ഓളം വെറൈറ്റി വിത്തുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യാൻ തീരുമാനിച്ചതാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അധികം സ്ഥലമൊന്നുമില്ല. സ്പേസ് ഉള്ളതുപോലെ വെച്ചിട്ട് കുറച്ച് നമ്മുടെ ബാഗുകൾ, ക്യാരേജ് ബാഗുകളൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ നമുക്ക് നടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. അത് വലിയ പരിപാടികളൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാമല്ലോ. അപ്പം വിത്തുകൾ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഓരോന്ന് സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വിത്തുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹൈ ലെവലിലുള്ള വിത്തുകളാണ്. പെട്ടെന്ന് നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. നട്ടിട്ട് ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാത്തിനും തന്നെ മുളച്ച് കയറിയിട്ടുണ്ട്. വളരെ ചുരുക്കം 1-2 കവറുകളിൽ മാത്രമേ മുളയ്ക്കാൻ ഒരു ചെറിയ ലേറ്റ് വന്നിട്ടുള്ളൂ. ലേറ്റ് വന്നേക്കുന്ന മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.